നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ SDPI സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി മുസ്ലിം സമുദായത്തിനെതിരെ അഴിച്ചുവിടുന്ന വിദ്വേഷ പരാമർശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കണം, പ്രധാനമന്ത്രിയെ അയോഗ്യനാക്കണം എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. നമുക്കറിയാം, മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതിന് ശേഷം മുസ്ലിം വിഭാഗത്തിനെതിരെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള വാചകങ്ങൾ വെച്ചിട്ടുള്ള നുണപ്രചരണവും വിദ്വേഷ പ്രസംഗവുമാണ് രാജ്യത്തെമ്പാടും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും മൗനം പാലിക്കുന്ന ഈ ഒരു വിഷയത്തിലാണ് SDPI സംസ്ഥാന വ്യാപകമായിട്ട്, രാജ്യവ്യാപകമായിട്ട് ഉൾപ്പെടെ പല പ്രക്ഷോഭങ്ങൾ നടന്നെങ്കിലും കേരളത്തിലാകമാനം ഇന്ന് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങളിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ പങ്കെടുത്തു. ആയിരങ്ങളെ കൂട്ടി നടന്ന പ്രതിഷേധം പലയിടത്തും RSSനെതിരെയുള്ള ശക്തമായ താക്കീതായി മാറുകയായിരുന്നു. പാലക്കാട് കുറ്റനാട് നടത്തിയ പ്രതിഷേധത്തിൽ ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലപ്പുറവും പത്തിരിപ്പാലയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെരീഫ് പട്ടാമ്പിയും ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ബഷീർ കൊമ്പം, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പാലക്കാട് നേതൃത്വം നൽകി. ജനാധിപത്യം സംരക്ഷിക്കാൻ ജനങ്ങൾ നൽകിയ അധികാരം ജനങ്ങൾക്കെതിരെ ഉയർത്തുന്നു സംഘപരിവാർ രാഷ്ട്രീയം. ഇന്ത്യ നാടിനാകത്ത് പ്രതിഷേധം SDPIയുടെ പ്രതിഷേധം വർഷം 10 മുമ്പായി അങ്ങകലെ ഗുജറാത്ത് മുസ്ലിം ജനതയെ കൊന്നു തള്ളിയ അതേ മോഡി പറയുന്നു മുസ്ലിം വിരുദ്ധത കുത്തിനിറച്ച് രാജ്യനന്മക്കെതിരാണ്. രാജ്യത്തിന്റെ ഭരണഘടന ജനാധിപത്യം മതേതരത്വം സംരക്ഷിക്കാൻ തെരഞ്ഞെടുത്ത മോഡി നിങ്ങളുടെ വാക്കുകളൊക്കെ നാട്ടിൽ ശാന്തി തകർക്കുന്നു, അരാജകത്വം വേറുന്നു. നാട്ടിൽ ശാന്തി പുലരാനായി മോഡിക്കെതിരെ കേസെടുത്തു. SDPI സിന്ദാബാദ്, SDPI സിന്ദാബാദ്. അധികാരത്തിൽ
അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലും നരേന്ദ്രമോദിക്കെതിരെ വൻ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.